ഹരേ കൃഷ്ണ. ശ്രുതദേവൻ്റെയും ബഹുലാശൻ്റെയും കഥ കേൾക്കാം. വിരഹരാജ്യത്തിൽപ്പെട്ട മിഥില നഗരത്തിൽ വസിച്ചിരുന്ന ഒരു പാവപ്പെട്ട ബ്രാഹ്മണനായിരുന്നു ശ്രുതദേവൻ. വലിയ കൃഷ്ണഭക്തനും അതിബുദ്ധിമാനുമായിരുന്നു ശ്രുതദേവൻ. ദരിദ്രനായിരുന്ന ശ്രുതദേവന് ഇല്ലായ്മയെക്കുറിച്ചൊന്നും യാതൊരു പരാതിയുമില്ലായിരുന്നു. ഉള്ളതുകൊണ്ട് സംതൃപ്തനായി ജീവിക്കാനാണ് ഇദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത്. അതായത് ഒരിക്കലും ശ്രുതദേവൻ ധനമോഹിയായിരുന്നില്ല. ശ്രുതദേവൻ്റെ ഭാര്യയും മക്കളും ശ്രുതദേവനെ പോലെ തന്നെ ചിന്തിച്ചിരുന്നവരായിരുന്നു. അതുകൊണ്ട് ദാരിദ്ര്യമായിരുന്നിട്ട് പോലും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ അവർക്ക് കഴിഞ്ഞു. മിഥിലയിൽ തന്നെ ബഹുലാശൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ജനകർഷിയുടെ വംശപരമ്പരയിൽപ്പെട്ട ബഹുലാശൻ എല്ലാവർക്കും സമ്മതനായ ഒരു രാജാവായിരുന്നു. യാതൊരു വ്യാമോഹവും ഇല്ലാതിരുന്ന ബഹുലാശൻ വലിയ ധനാഢ്യനായ രാജാവായിരുന്നു. സദ്ഗുണസമ്പന്നനും വലിയ കൃഷ്ണഭക്തനുമായിരുന്നു ബഹുലാശ്വൻ. കൃഷ്ണനും ഈ ഭക്തന്മാരെക്കുറിച്ച് നല്ലതുപോലെ അറിയാമായിരുന്നു. ഒരു നാൾ കൃഷ്ണൻ തൻ്റെ ഭക്തന്മാരായ ശ്രുതദേവനെയും ബഹുലാശ്വനെയും കണ്ട് അനുഗ്രഹം നൽകാനായി മിഥിലയിലേക്ക് യാത്രയായി. കൃഷ്ണൻ മിഥിലയിലേക്ക് പോകും വഴി പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ ഭക്തന്മാരുടെ നിവേദ്യങ്ങളും പൂജകളും സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ മിഥിലയിലെത്തിയപ്പോഴേക്കും നാരദൻ, വ്യാസൻ, കണ്ണൻ, പരശുരാമൻ, അത്രി, അസിതൻ, ആരുണി, ശുഗൻ, ബൃഹസ്പതി, മൈത്രേയൻ, ച്യവനൻ തുടങ്ങിയവരും കൃഷ്ണനോടൊപ്പം ഉണ്ടായിരുന്നു. കൃഷ്ണൻ മിഥിലയിലെത്തുന്ന വിവരമറിഞ്ഞ് ബഹുലാശ്വൻ വലിയ ഒരുക്കങ്ങൾ ചെയ്തിരുന്നു. നഗരം മോടിയായി അലങ്കരിക്കുകയും കൃഷ്ണനെ സ്വീകരിക്കാനായി വലിയൊരു പന്തൽ നിർമ്മിക്കുകയും ചെയ്തു. നഗരവാസികളെയെല്ലാം കൃഷ്ണപൂജയ്ക്കെത്താനായി അറിയിപ്പ് നൽകിയിരുന്നു. നഗരത്തിലെ പ്രവേശന കവാടത്തിൽ ബഹുലാശ്വനും പരിവാരവും കൃഷ്ണനെ സ്വീകരിക്കാനായി വളരെ മുൻപേ തന്നെ സന്നിഹിതരായിരുന്നു. കൃഷ്ണനും പരിവാരവും ദൂരെ നിന്ന് വന്നപ്പോഴേ വാദ്യഘോഷങ്ങളും മംഗളസ്തുതികളും മുഴങ്ങി. കൃഷ്ണൻ നഗര കവാടത്തിനടുത്തെത്തി രഥത്തിൽ നിന്ന് ഇറങ്ങി ബഹുലാശ്വൻ കൂപ്പുകൈകളോടെ ഓടിച്ചെന്ന് കൃഷ്ണൻ്റെ കാൽക്കൽ വീണു. സന്തോഷം സഹിക്കവയ്യാതെ കണ്ണുകൾ തുളുമ്പി. കൃഷ്ണൻ ബഹുലാശ്വനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പുണർന്നു. ബഹുലാശ്വൻ നിർവൃതി കൊണ്ട് വീർപ്പുമുട്ടി. ശ്രുതദേവനും കൃഷ്ണനെ വരവേൽക്കാൻ എത്തിയിരുന്നു. അത്യാർഭാടപൂർവമാണ് ബഹുലാശ്വൻ കൃഷ്ണനെ സ്വീകരിച്ചതെങ്കിൽ വളരെ ലളിതമായിട്ടായിരുന്നു ശ്രുതദേവൻ സ്വീകരിച്ചത്. വാഴനാരിൽ കെട്ടിയുണ്ടാക്കിയ ഒരു തുളസിമാല മാത്രമായിരുന്നു ശ്രുതദേവൻ കൃഷ്ണന് അർപ്പിച്ചത്. ആ സാധു ബ്രാഹ്മണന് മറ്റൊന്നും നൽകാൻ ആകുമായിരുന്നില്ല. കൃഷ്ണനെ കണ്ട മാത്രയിൽ ശ്രുതദേവൻ ഓടിച്ചെന്ന് ആ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു. കൃഷ്ണൻ ആ ഭക്തനെയും ഗാഢമായി ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചു. ശ്രുതദേവനും ബഹുലാശ്വനും കൃഷ്ണനെ തങ്ങളുടെ വീടുകളിലേക്ക് ക്ഷണിച്ചു. ബഹുലാശ്വനാണെങ്കിൽ രാജാവും വലിയ പ്രതാപശാലിയും. കൃഷ്ണനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുവാനായി അദ്ദേഹം സർവ്വസന്നാഹങ്ങളോടെയും എത്തിയിരിക്കുകയാണ്. ശ്രുതദേവനാകട്ടെ പാവപ്പെട്ട തൻ്റെ കുടുംബാംഗങ്ങളുമായി മറ്റൊന്നുമില്ലാതെ കേവലം ഒരു സാധുവായി നിൽക്കുന്നു. രണ്ടുപേരും കറകളഞ്ഞ കൃഷ്ണഭക്തരുമാണ്. കൃഷ്ണൻ ആകെ ആശയക്കുഴപ്പത്തിലായി. ഇവരിൽ ആരുടെ അപേക്ഷയാണ് സ്വീകരിക്കേണ്ടത്? ശ്രുതദേവൻ്റെയോ അതോ ബഹുലാശ്വൻ്റെയോ? ബഹുലാശ്വനോടൊപ്പം പോയാൽ അയാൾ വലിയ രാജാവായതുകൊണ്ട് അയാൾക്കൊപ്പം പോയി എന്നൊരു അപവാദമുണ്ടാവും. രാജാവിനോടൊപ്പം പോയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപേക്ഷ സ്വീകരിച്ചില്ലെന്ന് നീരസത്തിനുമിടയാവും. ശ്രുതദേവനോടൊപ്പം പോകാതിരുന്നാൽ അയാൾ പാവപ്പെട്ടവനായതുകൊണ്ട് കൃഷ്ണൻ അയാളെ മാനിച്ചില്ലെന്ന് ആൾക്കാർ കുറ്റപ്പെടുത്തും. ശ്രുതദേവനും അങ്ങനെ തോന്നിയേക്കും. എന്താണിതിനൊരു പോംവഴി?
ഒടുവിൽ ഗത്യന്തരമില്ലാതെ കൃഷ്ണൻ രണ്ടുപേരുടെയും അപേക്ഷ സ്വീകരിച്ചു. കൃഷ്ണൻ എന്തു ചെയ്തെന്നോ? ശ്രുതദേവന്റെയും ബഹുലാശന്റെയും വീടുകളിൽ ഒരേ സമയം 2 രൂപങ്ങളിലായി പോയി. ബഹുലാശന് തോന്നി കൃഷ്ണനും സന്യാസിമാരും തൻ്റെ കൂടെയാണുള്ളതെന്ന്. ശ്രുതദേവനും അങ്ങനെ തന്നെ തോന്നി. കൃഷ്ണനെ അവരിരുവരും അവർക്കാകും വിധം വളരെ ഗംഭീരമായി സൽക്കരിച്ചു. കൃഷ്ണൻ എല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഭക്തന്മാരെ അനുഗ്രഹിക്കുകയും ചെയ്തു. രാജാവായ കൃഷ്ണഭക്തനോടും സാധുവായ കൃഷ്ണഭക്തനോടും കൃഷ്ണൻ ഒരേ മട്ടിലായിരുന്നു പെരുമാറിയത്. രണ്ടുപേരുടെയും ആതിഥ്യം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും കൃഷ്ണനെ നിർബന്ധിച്ചു. പ്രഭു, കുറച്ചുനാൾ ഞങ്ങളുടെ കൂടെ അങ്ങ് താമസിക്കണം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് അങ്ങയെ കാണാനും നിവേദ്യങ്ങൾ അർപ്പിക്കാനും അങ്ങ് അവസരമുണ്ടാക്കണം. ഭക്തന്മാരുടെ ആഗ്രഹത്തിന് കൃഷ്ണൻ എതിര് പറഞ്ഞില്ല. അതോടെ ശ്രുതദേവനും ബഹുലാശനും കൃഷ്ണനും താപസർക്കും തങ്ങൾക്കാകും വിധം താമസ സൗകര്യങ്ങൾ ഒരുക്കാൻ ശ്രമം ആരംഭിച്ചു. അങ്ങനെ 2 മാസത്തോളം കൃഷ്ണനും പരിവാരവും മിഥിലയിൽ ഒരേ സമയം 2 ഇടത്തായി കഴിഞ്ഞു. കൃഷ്ണനെ കാണാനായി ഭക്തജനങ്ങളുടെ മഹാപ്രവാഹം തന്നെ ഉണ്ടായി. എങ്കിലും അവർക്കാർക്കും കൃഷ്ണന്റെ ഈ ഇരട്ട സാന്നിധ്യത്തെ തിരിച്ചറിയാനേ കഴിഞ്ഞില്ല. ഒടുവിൽ കൃഷ്ണനും മഹർഷി വര്യന്മാരും മടക്കയാത്രയ്ക്കുള്ള ഒരുക്കത്തിലായി. ബഹുലാശന്റെയും ശ്രുതദേവന്റെയും നേതൃത്വത്തിൽ കൃഷ്ണനും കൂട്ടർക്കും ഗംഭീരമായ യാത്രയയപ്പാണ് നൽകപ്പെട്ടത്. ദ്വാരകയിലേക്ക് മടങ്ങിയപ്പോൾ ശ്രുതദേവനും ബഹുലാശനും മോക്ഷഗതി വാഗ്ദാനം ചെയ്യാൻ കൃഷ്ണൻ മറന്നില്ല. ഇനി വൃഗാസുരന്റെ കഥ കേൾക്കാം. വളരെ നീചനും ദുഷ്ടനുമായിരുന്ന ഒരസുരനായിരുന്നു വൃഗൻ. ഒരിക്കൽ വൃഗാസുരൻ നാരദമുനിയെ കാണാനിടയായി. നാരദമുനിയെ കാണേണ്ട താമസം വൃഗന് ഒരു സംശയമുദിച്ചു. ഹേ മുനെ, ബ്രഹ്മാവ്, മഹാദേവൻ, നാരായണൻ ഇവരിൽ ആരാണ് പെട്ടെന്ന് പ്രസാദിക്കുക? അതിനെന്താണ് ഇത്ര സംശയം? അങ്ങേപ്പോലെയുള്ളവരോട് ഏറ്റവും പെട്ടെന്ന് പ്രസാദിക്കുന്നത് മഹാദേവൻ തന്നെയാണ്. അദ്ദേഹം അങ്ങനെയാണ്. രാവണൻ മഹാദേവ ഭക്തനായിരുന്നു. ബാണനും അതുപോലെ തന്നെ. ഇവർ മഹാദേവനെ പ്രസാദിപ്പിച്ച് എന്തെല്ലാം നേടിയെന്നോ? ശിവഭക്തിയിലൂടെ അവർ നേടിയ ശക്തിക്കും സമ്പത്തിനും കണക്കില്ല. അതുപോലെ തന്നെ അങ്ങേക്കും ഇതൊക്കെ നേടാവുന്നതേയുള്ളൂ. നാരദമുനി വൃഗനെ ഉപദേശിച്ചു. ശിവപ്രസാദം മൂലം കംസനും ബാണനുമൊക്കെ പിന്നീടുണ്ടായ കഷ്ടപ്പാടുകളെക്കുറിച്ച് നാരദൻ ഒന്നും മിണ്ടിയില്ല. വൃഗൻ തപസ് ചെയ്യാനായി കേദാരത്തിലേക്ക് പോയി. ശിവനെ പ്രത്യക്ഷപ്പെടുത്താനായി വൃഗൻ കഠിന തപസ്സിലേർപ്പെട്ടു. ശിവൻ പ്രത്യക്ഷനായില്ല. വൃഗൻ തപസ് തുടർന്നു. വലിയൊരു ഹോമകുണ്ഡം തീർത്ത് അതിൽ സ്വന്തം മാംസം അറുത്ത് ഹോമിച്ചു. ഇത്ര കഠിനവും ക്രൂരവുമായ ബലികർമ്മം വൃഗൻ 7 നാൾ തുടർന്നു. എന്നിട്ടും ശിവൻ പ്രത്യക്ഷപ്പെട്ടില്ല. വൃഗന് നിരാശയായി. പരമശിവൻ എളുപ്പത്തിൽ പ്രസാദിക്കുമെന്ന് പറഞ്ഞ നാരദമുനിയെ വൃഗൻ മനസ്സിൽ ശകാരിച്ചു. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന ചിന്തയോടെ തൻ്റെ തല തന്നെ ഹോമാഗ്നിയിൽ അർപ്പിക്കാൻ വൃഗൻ തീരുമാനിച്ചു. അഭിഷേക ജലമെടുത്ത് തലയിലൊഴിച്ച് വാളെടുത്ത് സ്വന്തം തലവെട്ടാൻ തുനിഞ്ഞു. അപ്പോഴേക്കും അഗ്നികുണ്ഡത്തിൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു. ശിവൻ വൃഗന്റെ കൈകളിൽ കടന്നു പിടിച്ചു. ശിവന്റെ സ്പർശമേറ്റപ്പോൾ വൃഗന്റെ ശരീരം പൂർവ്വസ്ഥിതിയിലായി. ശിവൻ വൃഗനോട് ആരാഞ്ഞു. ഭക്ത, എന്തിനാണ് ഇത്തരം കടുംകൈക്ക് ഒരുങ്ങുന്നത്? എന്താണ് നിനക്ക് വേണ്ടത്? ഭഗവാനെ, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. വളരെ കാലമായി ഞാനത് മനസ്സിൽ കൊണ്ടു നടക്കുന്നു. എൻ്റെ ആഗ്രഹം ഭഗവാൻ നിറവേറ്റി തന്നേ മതിയാകൂ. വൃഗൻ അപേക്ഷിച്ചു. എന്താണ് വേണ്ടതെന്ന് പറയൂ. ഭഗവാനെ, ഞാൻ എൻ്റെ കൈവിരൽ കൊണ്ട് ആരുടെ തലയിൽ തലോടുന്നുവോ ആ ആൾ ഉടനെ തല പിളർന്ന് മരിക്കണം. ഇതാണ് എനിക്ക് വേണ്ട വരം, വൃഗൻ പറഞ്ഞു. ഭക്തന്റെ ആവശ്യം എന്താണെന്നറിഞ്ഞ് അത് അനുവദിക്കുന്നതിൽ അതീവ തൽപരനായിരുന്ന ശിവൻ വൃഗന്റെ അപേക്ഷ കേട്ട ഉടനെ തന്നെ യാതൊരു വീണ്ടുവിചാരവും കൂടാതെ അവൻ്റെ ആഗ്രഹം നിറവേറ്റിക്കൊണ്ട് പറഞ്ഞു.
നിന്റെ ആഗ്രഹം നടക്കട്ടെ. ആരുടെ തലയിലാണോ നിന്റെ കൈവിരൽ സ്പർശിക്കുന്നത് അയാൾ ഉടനെ തന്നെ തലപിളർന്ന് മരിക്കട്ടെ. വരം നൽകിയ ശേഷം ശിവൻ പോകാൻ ഒരുമ്പെട്ടു. അപ്പോഴേക്കും മൃഗൻ പറഞ്ഞു, പ്രഭു, അങ്ങ് നൽകിയ വരത്തിന് ശക്തിയുണ്ടോ എന്ന് എനിക്കൊന്ന് പരീക്ഷിക്കണം. അതിന് ആദ്യമായി അങ്ങയുടെ തലയിൽ തന്നെ ഒന്ന് തൊട്ടു നോക്കാം. ഇങ്ങനെ പറഞ്ഞ മൃഗൻ ശിവന്റെ അടുത്തേക്ക് കുതിച്ചു. ശിവൻ ആകെ പരിഭ്രാന്തനായി. ശിവൻ അവിടെ നിന്ന് ഓടി. മൃഗൻ വിട്ടില്ല. മൃഗനും ശിവന്റെ പിന്നാലെ കുതിച്ചു. ശിവന് യാതൊരു ഗതിയുമില്ലാതായി. എത്ര നാളായി മൃഗാസുരനെ ഭയന്ന് ശിവൻ ഓടുന്നു. കൈലാസം, നാഗലോകം, ഗന്ധർവലോകം, ദേവലോകം തുടങ്ങി എല്ലായിടത്തും രക്ഷ തേടിയെത്തിയതാണ്. എന്നിട്ടും മൃഗൻ വിടുന്ന മട്ടില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ശിവൻ വൈകുണ്ഠത്തിലെത്തി. വൈകുണ്ഠനാഥൻ ശിവന്റെ നിലയ്ക്കാതെ ഓട്ടം കണ്ട് കാര്യം മനസ്സിലാക്കി. തൊട്ടു പിന്നാലെ മൃഗാസുരനുമുണ്ട്. പരമശിവൻ കാണിച്ച വിഡ്ഢിത്തമോർത്ത് വൈകുണ്ഠേശ്വരന് ചിരിയാണ് വന്നത്. എങ്കിലും ചിരിയടക്കി ശിവനെ രക്ഷിക്കാൻ ഒരുങ്ങി. തൻ്റെ യോഗമായ കൊണ്ട് വിഷ്ണുദേവൻ ഒരു യുവ ബ്രഹ്മചാരിയായി മാറി. പാളത്താറൊടുത്ത് മാറിൽ പൂണൂലുമണിഞ്ഞ് കഴുത്തിൽ രുദ്രാക്ഷവും കയ്യിൽ ചമതയും കമണ്ഡലവുമായി ഐശ്വര്യമുള്ള ഒരു സാധു ബ്രഹ്മചാരി. ആരു കണ്ടാലും ആകർഷിച്ചു പോകുന്ന കോമളത്വം തുളുമ്പുന്ന ബ്രഹ്മചാരി. ശിവന്റെ പിന്നാലെ ഓടിക്കിതച്ചെത്തുന്ന മൃഗന്റെ മുന്നിൽ യാദൃശ്ചികമെന്നോണം ആ ബ്രഹ്മചാരി ചെന്നുപെട്ടു. എന്നിട്ട് പറഞ്ഞു, അല്ല, ഇതാര് മൃഗനല്ലേ? അങ്ങ് എന്താ ഇങ്ങനെ ഓടിക്കിതയ്ക്കുന്നത്? വല്ലാതെ ക്ഷീണിച്ചിട്ടുമുണ്ടല്ലോ. അങ്ങ് എന്തോ വലിയ കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നുന്നു. എന്തായാലും ഇവിടെ അല്പം വിശ്രമിച്ച് ദാഹവും വിശപ്പുമൊക്കെ മാറ്റിയ ശേഷം പോകാം. മൃഗൻ ബ്രഹ്മചാരിയെ സൂക്ഷിച്ചു നോക്കി. യുവ കോമളൻ. അവൻ്റെ രൂപം പോലെ തന്നെ അവൻ്റെ വാക്കുകളും. എന്ത് ആതിഥ്യമര്യാദയുള്ള താപസകുമാരൻ! മൃഗന് ആ യുവ ബ്രഹ്മചാരിയെ നന്നേ ഇഷ്ടപ്പെട്ടു. അതിനിടെ ബ്രഹ്മചാരി മൃഗന് കായ്കനികളും ദാഹജലവും നൽകി ഉപചരിച്ചു. അതോടെ മൃഗന് ആ ബ്രഹ്മചാരിയോട് വലിയ മതിപ്പ് തോന്നി. മൃഗൻ തൻ്റെ കഥ പറഞ്ഞു. ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയതും വരം ലഭിച്ചതും അത് ശിവനിൽ പരീക്ഷിക്കാൻ മുതിർന്നതും ശിവൻ ഓട്ടം തുടങ്ങിയതുമൊക്കെ മൃഗൻ വിവരിച്ചു. കഥ കേട്ടുകഴിഞ്ഞപ്പോൾ ആ യുവ ബ്രഹ്മചാരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, ഇതിനാണോ അങ്ങ് ഇത്ര ബന്ധപ്പെടുന്നത്? അങ്ങ് ചെയ്തത് വലിയ മഠേതരമായിപ്പോയി. അങ്ങ് ഇത്രയ്ക്ക് ഒരു ശുദ്ധനും പാപവുമായി പോയല്ലോ. എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, മൃഗൻ ബ്രഹ്മചാരിയോട് ചോദിച്ചു. അയ്യോ, ആ ശിവൻ ഇപ്പോൾ ഒരു പറ്റിപ്പുകാരനാ. അയാൾ നൽകുന്ന വരങ്ങൾക്കൊന്നും ഒരു ശക്തിയുമില്ല, അത് ഫലിക്കുകയുമില്ല, ബ്രഹ്മചാരി പറഞ്ഞു. അപ്പോൾ പിന്നെ കംസനും ബാണനും അദ്ദേഹം വരം നൽകിയതോ? അതേക്കുറിച്ച് നാരദമുനി എന്നോട് പറഞ്ഞല്ലോ, മൃഗൻ ബ്രഹ്മചാരിയോട് പറഞ്ഞു. എന്തോ അതൊന്നും എനിക്കറിയില്ല. ദക്ഷപ്രജാപതി എന്തുകൊണ്ടാണ് ശിവനെ ബഹുമാനിക്കാത്തതെന്ന് അങ്ങേക്കറിയില്ലേ? ഞങ്ങൾക്കും ശിവനോട് വലിയ പ്രതിപത്തിയില്ല. കാരണം അയാൾ ഒരു പറ്റിപ്പുകാരനായതുകൊണ്ട് തന്നെ. നിങ്ങൾ പിന്തുടർന്നപ്പോൾ അയാൾ ഓടിയതെന്തിനാ? അയാൾക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഭയന്ന് അയാൾ ഓടുമായിരുന്നോ? അയാൾ നിങ്ങൾക്ക് തന്ന വരം കള്ളമാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുമെന്ന് കരുതിയിട്ടാണ് അയാൾ പേടിച്ചോടിയത്. ബ്രഹ്മചാരിയുടെ ഈ വാക്കുകൾ മൃഗനെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കി. ഈ സാധു ബ്രഹ്മചാരി പറയുന്നത് നേരായി കൂടുന്നില്ല. ശിവൻ എന്നെ പറ്റിച്ചിട്ട് കടന്നതാവണം, മൃഗൻ മനസ്സിൽ കരുതി. മൃഗൻ എന്തോ ആലോചനയിലാണെന്ന് കണ്ട ബ്രഹ്മചാരി പറഞ്ഞു, അങ്ങ് ഒരു കാര്യം ചെയ്യൂ. കൂടുതൽ ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല. സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. ഇനി അയാൾ നൽകിയ വരത്തിന് ശക്തിയുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കൂ. അയാൾ തന്ന വരത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല. ശ്മശാന ഭൂമിയിൽ അന്തിയുറങ്ങി ചുടലച്ചാമ്പലും പൂശി മൃഗത്തോലുമൂടുത്ത് നടക്കുന്ന ഒരു ഭ്രാന്തൻ്റെ വരത്തിന് എന്ത് ശക്തിയാണുള്ളത്? അഥവാ നിങ്ങൾക്ക് അതിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ വിരൽത്തുമ്പ് നിങ്ങളുടെ തലയിൽ തന്നെ വെച്ച് നോക്കൂ.
ബ്രഹ്മചാരിയുടെ വാക്ചാതുര്യത്തിൽ പെട്ട് മൃഗൻ എല്ലാം മറന്ന് കൈവിരൽ തൻ്റെ തലയിൽ തന്നെ തൊട്ടു. തൊടേണ്ട താമസം മൃഗാസുരൻ്റെ തല രണ്ടായി പിളർന്നു. അങ്ങനെ മൃഗനെ വധിച്ച ശേഷം ബ്രഹ്മചാരി സ്വന്തം രൂപത്തിൽ മഹാദേവനെ കണ്ടു പറഞ്ഞു, പാപികൾക്ക് ശിക്ഷ മരണം തന്നെ. സാധാരണക്കാരെ ദ്രോഹിക്കുന്നവരെ പോലും വെറുതെ വിടാറില്ല. അപ്പോൾ പിന്നെ അങ്ങയെപ്പോലെയുള്ളവരെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ ഒരുങ്ങുന്നവരെ എങ്ങനെയാണ് ശിക്ഷിക്കാതിരിക്കുക? അതുകൊണ്ട് അങ്ങയുടെ ഭക്തനായിട്ടും എനിക്ക് മൃഗനെ കൊല്ലേണ്ടി വന്നു. ശിവൻ വിഷ്ണുദേവനെ അഭിനന്ദിച്ചു. എന്നിട്ട് അവിടെ നിന്ന് കൈലാസത്തിലേക്ക് മടങ്ങി. ഇനി ഭൃഗുമഹർഷിയുടെ കഥ കേൾക്കാം. ഒരിക്കൽ സരസ്വതി നദീതീരത്ത് വെച്ച് മഹർഷിമാരെല്ലാം ചേർന്ന് ഭൃഗുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ബ്രഹ്മസത്രം നടത്തുകയായിരുന്നു. ആ സന്ദർഭത്തിൽ നാരദമുനിയും അവിടെ എത്തി. നാരദൻ മുനിമാരോട് ചോദിച്ചു, നിങ്ങൾ ത്രിമൂർത്തികളിൽ ആരെയാണ് പൂജിക്കുന്നത്? മഹർഷിമാരിൽ ഒരാൾ പറഞ്ഞു, ത്രിമൂർത്തികളിൽ ഉത്തമനെയാണ് ഞങ്ങൾ പൂജിക്കുന്നത്. അതോടെ മഹർഷിമാർക്കിടയിൽ സംശയമായി, ആരാണ് ത്രിമൂർത്തികളിൽ ഉത്തമൻ? 3 പേരും ഉത്തമരല്ലേ? പിന്നെ എങ്ങനെയാണ് ഒരാളെ ഉത്തമനെന്ന് പറയുക? ഋഷിമാർ ഓരോ മൂർത്തികളുടെയും ഗുണഗണങ്ങളെപ്പറ്റി പരസ്പരം തർക്കമായി. ഇക്കാര്യത്തിൽ അവർക്ക് ഒരു യോജിപ്പിലെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ മഹർഷിമാരെല്ലാം കൂടി ഭൃഗുവിനെ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മഹേശ്വരൻ്റെയും ഗുണഗണങ്ങൾ പരീക്ഷിച്ചറിഞ്ഞു വരാൻ വേണ്ടി പറഞ്ഞയച്ചു. ത്രിമൂർത്തികളുടെ ഗുണഗണങ്ങൾ പരീക്ഷിച്ചറിയുക എന്നത് വളരെ ശ്രമകരമായ ജോലിയാണെന്ന് ഭൃഗുവിന് അറിയാതെയല്ല. എങ്കിലും മഹർഷിമാരെല്ലാം കൂടെ ഒരു കാര്യമേൽപ്പിക്കുമ്പോൾ അത് നിരസിക്കുന്നതെങ്ങനെ? നാരദമുനിയാണ് ഇങ്ങനെയൊരു സംശയത്തിന് തീ കൊളുത്തിയത്. എന്നിട്ട് അദ്ദേഹം തന്ത്രപൂർവ്വം മാറിക്കളയുകയും ചെയ്തു. ഏതായാലും ഭൃഗു തൻ്റെ ദൗത്യവുമായി യാത്രയായി. ഭൃഗു ആദ്യം സത്യലോകത്തേക്കാണ് പോയത്. സത്യലോകത്തിൽ തൻ്റെ അച്ഛനായ ബ്രഹ്മാവിൻ്റെ സഭയിലേക്ക് ഭൃഗു ചെന്നു. ബ്രഹ്മാവിൻ്റെ യഥാർത്ഥ സ്വഭാവം പരീക്ഷിച്ചറിയുകയാണല്ലോ ഉദ്ദേശം. അതുകാരണം ഭൃഗു ബ്രഹ്മദേവനെ സ്തുതിക്കുകയോ വണങ്ങുകയോ ഒന്നും ചെയ്തില്ല. അച്ഛനാണെന്ന ഭാവം പോലും പ്രകടിപ്പിക്കാതെയുള്ള ഭൃഗുവിൻ്റെ പെരുമാറ്റം ബ്രഹ്മാവിനെ ശുണ്ഠി പിടിപ്പിച്ചു. എങ്കിലും ഒരു വീണ്ടുവിചാരത്തിൽ അദ്ദേഹം കോപമടക്കി. ഭൃഗു അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അച്ഛനോട് ഒന്നും ഉരിയാടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്തു. ഇതെന്തു കഥ? ഇവൻ ഇവിടെ വന്നിട്ട് എന്നെ കണ്ടു ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയതെന്തുകൊണ്ട്? ബ്രഹ്മാവ് പുറത്തിറങ്ങി മകനെ വിളിച്ചു. ഭൃഗു അപ്പോഴേക്കും കൈലാസത്തിലെത്തിയിരുന്നു. ഭൃഗുവിനെ കണ്ടതും പരമശിവൻ തൻ്റെ പീഠത്തിൽ നിന്ന് എണീറ്റ് ഓടിച്ചെന്നു. എൻ്റെ സഹോദരനായ ഭൃഗുമഹർഷി, എന്താ പെട്ടെന്നൊരു കൈലാസയാത്ര? വരൂ വരൂ, ഇരിക്കൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പരമശിവൻ ഭൃഗുവിൻ്റെ കൈക്ക് പിടിക്കാൻ ഒരുങ്ങി. ചി, മാറി നിൽക്ക്, എൻ്റെ ശരീരത്തിൽ തുടരുത്. കുളിച്ചിട്ട് എത്ര കാലമായി? ചുടലൽ കാട്ടിൽ താമസിച്ച് ചുടലച്ചാരവും പൂശി നടക്കുന്നവൻ എന്നെ തൊടുകയോ? വേണ്ട വേണ്ട. ഭൃഗു ദേഷ്യം അഭിനയിച്ചുകൊണ്ട് ശിവനോട് അട്ടഹസിച്ചു. ശിവനെ പരീക്ഷിക്കാനായിരുന്നു ഭൃഗു അങ്ങനെ പെരുമാറിയത്. ഭൃഗുവിൻ്റെ അട്ടഹാസം കേട്ട് കോപിഷ്ഠനായ ശിവൻ ഭൃഗുവിൻ്റെ നേർക്ക് ത്രിശൂലം ഓങ്ങി. പക്ഷേ പാർവതി ശിവനെ കടന്നു പിടിച്ചു. എന്നിട്ട് അപേക്ഷിച്ചു, നാഥ, അരുത് അരുത്. ഇങ്ങനെ അപേക്ഷിച്ചുകൊണ്ട് പാർവതി ആ ത്രിശൂലം ഭഗവാനിൽ നിന്ന് പതുക്കെ പിടിച്ചു വാങ്ങി. അപ്പോഴേക്കും ഭൃഗു അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ഭൃഗുവിൻ്റെ അടുത്ത പരീക്ഷണം വൈകുണ്ഠത്തിലായിരുന്നു. അവിടെ വിഷ്ണുദേവൻ ആദിശേഷനായ അനന്തൻ്റെ മേൽ പൂമെത്തയിൽ ലക്ഷ്മി ദേവിക്കൊപ്പം വിശ്രമിക്കുകയായിരുന്നു. ഭൃഗു അവിടേക്ക് കടന്നു ചെന്ന് വിഷ്ണുദേവൻ്റെ മാറത്ത് ആഞ്ഞ് ഒരു ചവിട്ട് കൊടുത്തു. വിഷ്ണുദേവൻ പിടഞ്ഞെഴുന്നേറ്റു. മുന്നിൽ ഭൃഗുമഹർഷി. ഉടനെ തന്നെ വിഷ്ണു ഭൃഗുമഹർഷിയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. മഹർഷി, എന്നോട് പൊറുക്കണം. അങ്ങയെ യഥോചിതം സ്വീകരിക്കാതിരുന്നതിന് ഞാൻ ക്ഷമയാചിക്കുന്നു. മഹർഷി, എൻ്റെ പരുക്കൻ മാറിൽ തട്ടി അങ്ങയുടെ തൃപ്പാദം വേദനിച്ചിട്ടുണ്ടാവും.
അതിന് പ്രായശ്ചിത്തമായി ഞാൻ അങ്ങയുടെ കാൽ കഴുകി ജലം ശിരസിലർപ്പിച്ച് പരിശുദ്ധനാവട്ടെ. ഇങ്ങനെ പറഞ്ഞ് വിഷ്ണുദേവൻ ഭൃഗുവിൻ്റെ കാൽക്കൽ വീണു നമസ്കരിച്ചു. വിഷ്ണുദേവനിൽ നിന്ന് ഇത്തരമൊരു പെരുമാറ്റം ഭൃഗുമഹർഷി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഭൃഗുമഹർഷി ആശ്ചര്യപ്പെട്ടു. ഭൃഗുവിൻ്റെ കണ്ഠമിടറി, കണ്ണിൽ സന്തോഷത്തിൻ്റെയും ഭക്തിയുടെയും തിളക്കം. ഭൃഗു വിഷ്ണുദേവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഗാഢമായി പുണർന്നു. എന്നിട്ട് വിഷ്ണുദേവൻ്റെ മാറിൽ തടവിക്കൊണ്ട് താൻ ചെയ്ത അവിവേകത്തിന് മാപ്പ് ചോദിച്ചു. അപ്പോൾ വിഷ്ണുദേവൻ പറഞ്ഞു, അല്ലയോ ഭൃഗുമഹർഷി, അങ്ങയുടെ തൃപ്പാദം എൻ്റെ മാറിടത്തെ പരിശുദ്ധമാക്കുകയാണ് ചെയ്തത്. അതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുകയാണ് വേണ്ടത്. എൻ്റെ മാറിടത്തിൽ പതിഞ്ഞിട്ടുള്ള അങ്ങയുടെ കാൽപ്പാട് ശ്രീ ഭഗവതിയുടെ ഇരിപ്പിടമായി എന്നെന്നും എൻ്റെ മാറിൽ തന്നെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. പരീക്ഷണങ്ങൾ 3 കഴിഞ്ഞ് ഭൃഗുമുനി നേരെ സരസ്വതി തീരത്തെത്തി. ബ്രഹ്മസത്രത്തിനെത്തിയ മുനിമാർ ഭൃഗുവിനെയും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. സത്യലോകത്തിലും കൈലാസത്തിലും വൈകുണ്ഠത്തിലും വെച്ചുണ്ടായ അനുഭവങ്ങൾ ഭൃഗു അവരോട് വിശദീകരിച്ചു. അത് കേട്ട് മഹർഷിമാർ വൈകുണ്ഠനാഥൻ്റെ മഹത്വത്തെ വാഴ്ത്തിപ്പാടി സത്രം സമംഗളം പര്യവസാനിപ്പിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ.